ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് കേട്ടോ. വേറെ ഒന്നും അല്ല, കല്യാണത്തിന് മുമ്പ് നമ്മൾ നമ്മുടെ പേരൻസിൽ ഭയങ്കര ഡിപ്പെൻഡ് ആയിരിക്കും. കല്യാണം കഴിഞ്ഞ് വെളിയിൽ വരുമ്പം, പ്രത്യേകിച്ച് അത് കേരളം വിട്ട് വെളിയിൽ വരുമ്പം നമുക്ക് ലാംഗ്വേജിൻ്റെ ഒക്കെ പ്രശ്നം നന്നായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഓരോരുത്തർക്കും ലൈഫ് എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ട്രാൻസ്ഫർ ജോബൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 3 വർഷം കൂടുമ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ആവുക. അപ്പം ഓരോ ട്രാൻസ്ഫറും നമ്മളെ ഓരോ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. കാരണം ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് സെറ്റായി അവിടുത്തെ കൾച്ചറുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരുമ്പോഴായിരിക്കും അവിടുന്ന് അടുത്ത ട്രാൻസ്ഫർ. വീണ്ടും അടുത്തടുത്ത് പോകുമ്പോൾ നമുക്ക് അവിടെ പുതിയ ആൾക്കാർ, പുതിയ സ്ഥലം, എല്ലാം കൊണ്ടും ഒരു പുതിയതാണ് കേട്ടോ. അപ്പം അത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ചെന്ന് സെറ്റ് ആവാനുള്ള സമയം, അത് കഴിയുമ്പോൾ വീണ്ടും അവിടുന്ന് ട്രാൻസ്ഫർ. ഇതുകൊണ്ടൊക്കെ ഒരു ഗുണം ഉണ്ടായേട്ടോ. എന്താണെന്നറിയോ, നമ്മൾ എവിടെ കൊണ്ടിട്ടാലും നമ്മൾ ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇനി എവിടെ കൊണ്ടിട്ടാലും നമ്മൾ ജീവിക്കും എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈഫ് എന്താ പറയുന്നത്, ഇപ്പം അറിയണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ട്രാൻസ്ഫർ ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുക. അപ്പം നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഇങ്ങനെയുള്ള ലൈഫ് എക്സ്പീരിയൻസ് ആണോ നിങ്ങൾക്കുള്ളത്, അതല്ല ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ റിലേറ്റഡ് വീഡിയോ എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കാര്യം പറഞ്ഞിരുന്നപ്പോഴേക്കും ശ്രീ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ ഓൾറെഡി ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കഴിക്കണം. പിന്നെ ഒരു കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു ആനിവേഴ്സറി ഫംഗ്ഷൻ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.